ഇന്ന് കർക്കടകം 1 രാമായണ മാസാരംഭം ആരംഭിക്കുന്നു. ഇന്ന് കർക്കടകം 1 രാമായണ പുണ്യത്തിന്റെയും വ്രതശുദ്ധിയുടെയും മാസമായ രാമായണ മാസാരംഭം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഭക്തി, തീർത്ഥാടന എന്നിവയുടെ പുണ്യമാസമായ ഇന്നു മുതൽ തുഞ്ചന്റെ കിളിമകൾ ചൊല്ലും രാമായണ കഥകൾക്കായി മലയാളികൾ കാതോർക്കും. അമ്പലങ്ങളിലും വീടുകളിലും രാമനാമധ്വനി മുഴങ്ങുന്ന ധന്യമാസമാണ് കർക്കടകം. കൂടാതെ ഇത് മലയാളികളുടെ കലണ്ടറിലെ അവസാന മാസവും കൂടിയാണ്. രാമനാമം ജപിക്കുന്നത് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യുമെന്ന് വിശ്വാസം. ഇപ്പോൾ കോരിച്ചൊരിയുന്ന മഴയും പഞ്ഞക്കർക്കടത്തിലെ പട്ടിണിയും പഴയപോലെ ഇല്ലായിരുന്നാലും എല്ലാ വ്യഥകളും മായ്ക്കുന്ന അക്ഷരവെളിച്ചമായി രാമായണം മലയാളി ഭവനങ്ങളെ പ്രകാശവാന്മാക്കുമെന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. നമ്മുടെ മനസ്സിലെ അജ്ഞാനത്തിന്റെ അന്ധകാരം നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്താൻ വേണ്ടിയാണ് കർക്കടകത്തിൽ രാമായണ പാരായണം നിർബന്ധമാക്കുന്നത്. കർക്കടകം പഞ്ഞമാസമെന്ന് പറയുന്നതുപോലെ ഭഗവതി മാസമെന്നും പറയും. ഈ സമയത്ത് എല്ലാ വീടുകളിലും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട്. രാമായണ മാസാചരണം കർക്കടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരുമെന്ന് വിശ്വാസമുണ്ട്. അവതാരപുരുഷനും വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നാം സാധാരണ മനുഷ്യർക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. മനുഷ്യ മനസ്സുകളിലെ തേജോരൂപത്തെ വീണ്ടും ജ്വലിപ്പിക്കുന്ന ശക്തി ചൈതന്യമാണ് ഈ രാമായണം. കർക്കടകം 1 ഇന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണത്തിന് വന്ദിച്ച് ഭക്തരായ വായന ആരംഭിക്കാം. കർക്കടകം മാസത്തിൽ ആരംഭിക്കുന്ന രാമായണം കർക്കടകം മാസത്തിൽ തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. അതായത് കർക്കടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്ന് സങ്കല്പമുണ്ട്. എങ്കിലും ഉഷസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്നീ 3 സമയങ്ങളിലും രാമായണം വായിക്കുന്നത് പാടില്ല. ഒരുപക്ഷെ കർക്കടക മാസത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണം ചെയ്യാൻ കഴിയാത്തവർ ഒരു ദിവസം, 3 ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് രാമായണം പാരായണം തീർക്കാം. മാസാവസാനത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് വിളക്കിനു മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പാരായണം പൂർത്തിയാക്കാം. ശ്രീരാമൻ, സീത, വസിഷ്ഠൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ എന്നിവരുൾപ്പെട്ട 11 പേരുള്ള ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന്റെ മുന്നിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു രാമായണ പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ശരിക്കും പറഞ്ഞാൽ രാവിലെ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്, വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞും നിലത്ത് ഇരുന്നും രാമായണം പാരായണം ചെയ്യണം. അതുപോലെ കർക്കടക മാസത്തിൽ നിത്യേന വിളക്ക് തെളിയിക്കുന്നതിന് മുന്നിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. യുദ്ധം, കലഹം, വ്യഥ, മരണം എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ പാരായണം അവസാനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങളിൽ വലതുഭാഗത്ത് ശുഭസൂചനയുള്ള 2 വരികൾ 3 തവണ വായിച്ചു നിർത്തുന്നത് ഉത്തമമാണ്. ശ്രീരാമന്റെ ജനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമാണ് പാരായണം ചെയ്യേണ്ടത്. ഉത്തരരാമായണം സാധാരണയായി വായിക്കാറില്ല. ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിനു മുമ്പായി ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ, ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന 14 വരികൾ ചൊല്ലണം. അതുപോലെ യുദ്ധകാന്ഡം അവസാന ഭാഗത്തുള്ള രാമായണ മഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക. ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നമസ്കാരം.